ഇമാമും ഇസ്ലാമിക പണ്ഡിതനും അറിയപ്പെടുന്ന LGBTQ പ്രവർത്തകനുമായിരുന്ന മുഹ്സിൻ ഹെൻറിക് വെടിവെപ്പിൽ കൊല്ലപ്പെട്ടു. ദക്ഷിണാഫ്രിക്കയുടെ തെക്കൻ നഗരമായ ഖെബഹയിൽ വെച്ചായിരുന്നു മുഹ്സിന് വെടിയേറ്റത്. ഇസ്ലാമിൽ സ്വവർഗാനുരാഗം അംഗീകരിക്കപ്പെടേണ്ടതിന്റെ ആവശ്യത്തിനായി ജീവിതകാലം മുഴുവൻ പ്രവർത്തിച്ച ആളാണ് അദ്ദേഹം. ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങുകയായിരുന്നു മുഹ്സിൻ ഹെൻറിക്. കാറിന്റെ പിറകിലെ സീറ്റിലാണ് അദ്ദേഹം ഇരുന്നിരുന്നത്. ശനിയാഴ്ച ഇമാമും സുഹൃത്തും സഞ്ചരിച്ചിരുന്ന കാർ മറ്റൊരു വാഹനത്തിൽ എത്തിയ അക്രമികൾ തടഞ്ഞു നിർത്തി. തുടർന്ന് വാഹനത്തിൽ നിന്നും പുറത്തിറങ്ങിയ മുഖം മൂടിയ രണ്ട് അജ്ഞാതർ ഇമാമിന്റെ കാറിന് നേരെ ഒന്നിലധികം തവണ വെടിയുതിർക്കുകയായിരുന്നു. ഈ അക്രമികൾ ഉടൻ തന്നെ സംഭവ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടു പോകുകയും ചെയ്തു. പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ലോകത്ത് ആദ്യമായി സ്വവർഗാനുരാഗിയാണെന്ന് പരസ്യമായി പ്രഖ്യാപിച്ച ഇമാമാണ് മുഹ്സിൻ ഹെൻറിക്. സ്വവർഗാനുരാഗികൾക്കും പാർശ്വവൽക്കരിക്കപ്പെട്ട മുസ്ലിങ്ങൾക്കും സുരക്ഷിത താവളമെന്ന നിലയിൽ ഒരു സംഘടനയ്ക്കും പ്രാർത്ഥനാ കേന്ദ്രത്തിനും ഇദ്ദേഹം രൂപം നൽകിയിരുന്നു. ഒട്ടേറെ സ്വവർഗാനുരാഗ വിവാഹങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം നൽകിയിട്ടുണ്ട്. ഹീർ സമൂഹത്തിന്റെ സ്വന്തം ഇമാം എന്ന പേരിലാണ് മുഹ്സിൻ ഹെൻറിക്സ് അറിയപ്പെട്ടിരുന്നു. അന്താരാഷ്ട്ര തലത്തിലുള്ള ലെസ്ബിയൻ, ഗേ, ബൈസെക്ഷൽ, ട്രാൻസ് ആൻഡ് ഇന്റർസെക്ഷൽ സംഘടനകളെല്ലാം തന്നെ ഇമാമിന്റെ കൊലപാതകത്തെ അപലപിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ ഒരു ഹിന്ദുമത വിശ്വാസിയായ പുരുഷനാണ് മുഹ്സിൻ ഹെൻറിക്സിന്റെ ജീവിത പങ്കാളി. 11 വർഷമായി ഇവർ ഒരുമിച്ച് ജീവിക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. കേപ്പ് ടൗണിലാണ് മുഹ്സിൻ ഹെൻറിക്സ് ജനിച്ചത്. പാകിസ്ഥാനിലെ ഇസ്ലാമിക് സർവകലാശാലയിൽ നിന്നാണ് അദ്ദേഹം തന്റെ പഠനം പൂർത്തിയാക്കിയത്. 1991 കേപ്പ് ടൗൺ സ്വദേശിയായ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുകയും ചെയ്തു. അതിൽ 2 മക്കളുമുണ്ടായി. 96 മുഹ്സിൻ ഹെൻറിക്സ് വിവാഹമോചിതനായി. തൊട്ടടുത്ത വർഷമാണ് താൻ സ്വവർഗാനുരാഗിയാണെന്ന് പരസ്യമായി പ്രഖ്യാപിച്ച് അദ്ദേഹം രംഗത്ത് വന്നത്. അതിന്റെ പേരിൽ കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും കടുത്ത വേർതിരിവും ഭീഷണിയും നേരിടേണ്ടി വന്നുവെങ്കിലും ഒറ്റയ്ക്ക് നിന്ന് അദ്ദേഹം ധീരമായി തന്നെ പോരാടിയിരുന്നു. കീർ സമൂഹം അദ്ദേഹത്തെ അവരുടെ കമ്മ്യൂണിറ്റി ഇമാമിനെ പോലെയാണ് പരിഗണിച്ചിരുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയർന്ന കൊലപാതക നിരക്കുകളുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ദക്ഷിണാഫ്രിക്ക. 10,000 പേരിൽ 45 പേർ ഓരോ വർഷവും കൊല്ലപ്പെടുന്ന ഒരു രാജ്യം കൂടിയാണ് സൗത്ത് ആഫ്രിക്ക. കുറച്ചുകൂടി കൃത്യമായ കണക്കുകൾ നോക്കിയാൽ ആ രാജ്യത്ത് ഓരോ ദിവസവും 70 പേരെങ്കിലും കൊല്ലപ്പെടുന്നുണ്ട്.